everyone, I'm Dia. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്റ്റഡി വ്ളോഗായിട്ടാണ്. കെമിസ്ട്രി സ്റ്റഡി വ്ളോഗാണ്. എന്നോട് ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കെമിസ്ട്രി പഠിക്കുന്ന ഒരു വീഡിയോ ഇടുമെന്ന്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ പൊളിച്ചക്ക് അത്താഴം കഴിച്ചതിന് ശേഷമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതെന്ന് വെച്ചാൽ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട് സമയം. അപ്പോൾ നമ്മൾ ഇപ്പോഴാണ് പഠിക്കാൻ പോണത്. അപ്പോൾ കെമിസ്ട്രിയിൽ എനിക്ക് ഒട്ടുമിക്ക നോട്ട്സൊക്കെ ഉണ്ട്. ബാക്കി വിഷയത്തിലൊക്കെ ബുക്ക് ഉണ്ട്, നോട്ടുണ്ട്, പക്ഷേ അതിൽ സാധനങ്ങളൊന്നുമില്ല. ഇതിൽ പറഞ്ഞാൽ കുറച്ചൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഞങ്ങളുടെ ടീച്ചർ ഭയങ്കര സ്ട്രിക്റ്റാണ്. നോട്ട് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ ഞങ്ങളെ തൂക്കി എഴുതുക. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നോട്ട്ബുക്കിലെ എഴുത്തൊന്നും നോക്കണ്ട കേട്ടോ. അതൊക്കെ ഫസ്റ്റിക്ക് ഭയങ്കര എസ്തെറ്റിക്കായിട്ട് പോയിട്ട് പിന്നെ അതൊക്കെ നഷ്ടപ്പെട്ടൊരവസ്ഥയാണ്. ഞാൻ പിന്നെ എഴുത്തിൻ്റെ വലിപ്പമൊക്കെ ഒന്ന് കൂട്ടി അങ്ങനെയൊക്കെ എന്തൊക്കെ ആണ്, അതൊന്നും നിങ്ങൾ നോക്കണ്ട. അപ്പോൾ അത് അത്യാവശ്യത്തിൻ്റെ നോട്ട്സ് ഉണ്ട്. നമുക്കിനി ഈ സൈലത്തിൻ്റെ ക്ലാസ്സും അതേപോലെ ഈ നോട്ട്സൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ അതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഇപ്പം എൻ്റെ ഫോണിൽ ഞാൻ ക്ലാസ് ഇടുക. എന്നോട് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്, നീ സൈലാണോ, യൂട്യൂബ് ബോട്ടാണോ, എക്സാമിനറാണോ കാണുന്നതെന്നൊക്കെ. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ഇതാ സൈലാണ് കാണുന്നത്. ഈ ഒരു കൊല്ലം ഫുള്ള് സൈലാണ്. പക്ഷെ ഇതിന് മുന്നേ ഞാൻ എക്സാമിനറായിരുന്നു 8th. പിന്നെ യൂട്യൂബ് ബോട്ട് അങ്ങനെ കാണലുണ്ടോ ചോദിച്ചാൽ എപ്പോഴെങ്കിലുമൊക്കെ ചില എക്സാമിനൊക്കെ ചിലപ്പോൾ കണ്ട് നല്ല കൂടുതലായിട്ട് സൈലം തന്നെയാണ് കാണല്. അപ്പോൾ അതാ നമ്മൾ കെമിസ്ട്രീൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്. ഇന്നലെയും ക്ലാസ് ഉണ്ടായിരുന്നു, മിഞ്ഞാന്നും ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ ഈ 2 ക്ലാസ്സും കണ്ടിട്ടില്ല. മിഞ്ഞാന്ന് സ്റ്റഡി പ്ലാൻ എന്നൊക്കെ ഇനി ഒരു തമ്മിൽ വെച്ചിന്. അപ്പോൾ ഞാൻ വിചാരിച്ച സ്റ്റഡി പ്ലാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. അതുകൊണ്ട് പിന്നെ ക്ലാസ് ഇട്ടില്ലേനി. അപ്പോൾ ഞാൻ ആ ക്ലാസ്സാണ് ഇട്ടത്. ആ ക്ലാസ്സിൽ നോക്കിയപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററാണ്. കാര്യമായിട്ടതിലൊന്നുമില്ല, കുറച്ച് ഡാൻസും അതേപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൻ്റെതാണുള്ളത്. ഈ ഫസ്റ്റ് ചാപ്റ്റർ ആകുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്, നമ്മൾ നല്ല പഠിക്കും. കാരണം എന്താ വെച്ചാൽ പുതിയതായിട്ട് ഒരു ക്ലാസ്സൊക്കെ എത്തുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കും ഈ കൊല്ലെങ്കിലും നന്നാവണമെന്ന്. ആ നന്നാവണം എന്നുള്ള പേരുകൊണ്ട് നമ്മൾ ഫസ്റ്റൊക്കെ നല്ല പഠിക്കും, നോട്ട്സ് എഴുതും, നല്ല വൃത്തിക്ക് എഴുതും, ക്ലാസ് ശ്രദ്ധിക്കും, ഒക്കെ ഭയങ്കര ഡീസൻ്റായിട്ട് പോവായിരിക്കും. പിന്നെ അതിങ്ങനെ മെല്ലെ പിന്നെ ഇങ്ങനെ പോവും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ചാപ്റ്റർ എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ ആദ്യം ഞാൻ ആ ക്ലാസ് ഇട്ട് പിന്നെ ഞാൻ വിചാരിക്കുക വെറുതെ മനസ്സിലായത് ചാപ്റ്റർ റിവിഷനാണ് സത്യം പറഞ്ഞാൽ. പക്ഷെ എന്നാലും എനിക്കറിയാത്ത ചാപ്റ്റേഴ്സ് ലാസ്റ്റിക്ക് മൊത്തം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ആദ്യം കാണാം, എന്നിട്ട് നേരെ ഉണ്ടെങ്കിൽ മാത്രം ഇതിനെ ക്ലാസ് കാണാം എന്നുള്ളൊരു ഐഡിയ എനിക്ക് വന്നു. അങ്ങനെ ഞാൻ പിന്നെ അതൊന്നും നോക്കാതെ നേരെ എനിക്കറിയാത്ത ചാപ്റ്റർക്ക് പോവാണ്. എല്ലാ ക്ലാസ്സുകളിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമായത് എന്താ വെച്ചാൽ ഈ ഒരു കമൻറ്റാണ്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ പാഠത്തിൻ്റെ സമയം അതിലുണ്ടാവും. അപ്പോൾ അതാവുമ്പോൾ നമുക്കത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ പാഠത്തിൻ്റെ ഇത് കിട്ടും. അപ്പോൾ എനിക്കത് നല്ല ഉപകാരമാണ്. അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ എനിക്ക് വേണ്ട ചാപ്റ്റർ എടുത്തിട്ടുണ്ട്. നോൺ മെറ്റൽസ് ആണ്. നോൺ മെറ്റൽസ് ഞാൻ ഒന്നും പഠിച്ചില്ല മീൻസ് അങ്ങനെയല്ല, നോട്ട്സ് ഉണ്ട് എൻ്റെ കയ്യിൽ എല്ലാ ആ ചാപ്റ്ററിൻ്റെ. പക്ഷേ അതിൻ്റെ ടെക്സ്റ്റ് ബുക്കിലൊന്നുമില്ല. നമുക്ക് ടെക്സ്റ്റ് ബുക്കല്ലേ കാര്യമായിട്ട് മനസ്സിലാവും. എനിക്ക് സത്യത്തിൽ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. നോട്ട്സൊക്കെ വെറുതെ ആ ഒരു കംപ്ലീറ്റ് ആയി എന്നുള്ളൊരു പേരിന് മാത്രം എഴുതണതാണ്. എനിക്ക് സത്യത്തിൽ ടെക്സ്റ്റ് നോക്കിയാലേ മനസ്സിലാവും. അങ്ങനെ ഞാൻ പിന്നെ ഇങ്ങനെ എനിക്ക് വേണ്ടതൊക്കെ ഞാൻ അവിടെ എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഹൈലൈറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ പിന്നെ ഞാൻ നോൺ മെറ്റൽസ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ മിഥുല മീൻസിനെ ഭയങ്കര ഇഷ്ടമാണ്. ആൾ നല്ല അടിപൊളിയാണ്. എന്താ വെച്ചാൽ നല്ലൊരു വൈബുമാണ്. പഠിപ്പിച്ചാൽ നല്ല ഒക്കെ മനസ്സിലാവും. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ടീച്ചർ നല്ലൊരു അടിപൊളി ഒരു സ്വഭാവമായിട്ടാണ് എനിക്കിങ്ങനെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പിന്നെ ക്ലാസ്സൊക്കെ കണ്ടിങ്ങനെ എനിക്ക് വേണ്ടതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കുറച്ചൊക്കെ ഇങ്ങനെ വായിച്ച് ഇങ്ങനെ പഠിക്കുകയാണ്. ആക്ച്വലി ഈ വീഡിയോ ശനിയാഴ്ച അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ എനിക്ക് ശനിയാഴ്ച കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഈദ് ഷോപ്പിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ശനിയാഴ്ച അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല, സോറി. ഇപ്പോൾ നാളെയാണ് എക്സാം. അപ്പോൾ ഞായറാഴ്ചയാണ് ഇപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് കാര്യമായിട്ട് സോറി പറയാനുണ്ട്. ശനിയാഴ്ച ഞാൻ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചായിരുന്നു. ഈദ് ഷോപ്പിംഗ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇനി അടുത്ത നമ്മളെ വീഡിയോ ഈദ് ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആയിരിക്കും. സത്യത്തിൽ പറഞ്ഞാൽ ഞാനൊന്നും പഠിച്ചില്ല. കാരണം എന്താ വെച്ചാൽ വീഡിയോ എടുക്കലേ കാര്യമായിട്ട് നടന്നിട്ടുള്ളൂ. ആർക്കും ചാപ്റ്റർ വെറുതെ ഇങ്ങനെ എടുക്കണ പോലെ ഇങ്ങനെ വീഡിയോ എടുത്തെന്നല്ലാതെ കാര്യമായിട്ടൊന്നും പഠിച്ചില്ല. അത് വീഡിയോ എടുക്കണവർക്കൊക്കെ മനസ്സിലാവും. പിന്നെ ഇപ്പോൾ രാവിലെക്കായി നല്ല വിളിച്ച കുതിച്ചപ്പോൾ എനിക്ക് നല്ല ഉറക്കം വരൽ തുടങ്ങി. അങ്ങനെ പിന്നെ ഞാൻ പഠിപ്പൊക്കെ നിർത്തി വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് കെമിസ്ട്രി എക്സാം എഴുതട്ടെ. അപ്പോൾ എല്ലാവർക്കും ബൈ.